നമസ്കാരം. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസത്തിന് പിന്നാലെ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ യുവാവ് ആൺ സുഹൃത്ത് ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം ന്യൂസ് 18 പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിശദമായി നമുക്ക് നോക്കാം. 9 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന യുവാവ് ഹാജരായി. റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് അല്പസമയം മുമ്പ്. കൂടുതൽ SDPIക്കാരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് യുവതിയുടെ പിതാവ് ന്യൂസ് 18നോട്. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശമനമില്ല. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതിലുള്ള അതൃപ്തി ഗവർണർ അറിയിച്ചേക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കോഴിക്കോട്. വിഷയം രാഷ്ട്രീയ പോരിലേക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്താൻ BJP. പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം 9ാം ദിവസം. ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ സൈന്യം. മുന്നിലുള്ളത് ദുഷ്കരമായ ദിനങ്ങളെന്ന് ഇസ്രായേൽ സൈനിക മേധാവി. പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുന്നു. നിലമ്പൂർ ആര് നേടുമെന്ന കണക്കുകൂട്ടലിൽ മുന്നണികൾ. PV അൻവർ പിടിച്ചേക്കാവുന്ന വോട്ടുകൾ ഇരു മുന്നണികളുടെയും ആശങ്ക. അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ LDF. മറിച്ചായാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ജയമുറപ്പെന്ന് UDF. യോഗാ ദിനാചരണം വിപുലമാക്കി രാജ്യം. വിശാഖപട്ടണത്ത് 26 കിലോമീറ്ററിൽ 3 ലക്ഷം പേർ അണിനിരുന്ന യോഗാ സംഗമത്തിന്റെ ഭാഗമായ പ്രധാനമന്ത്രി साधारण स्थिति को रंडी सांस छोड़ते हुए गर्दन को लेफ्ट साइड मोड़िए श्वास वदलतू तलानी एडमु वैपु तिप्पंडी. ലോക സമാധാനത്തിനുള്ള മാർഗമെന്ന് മോദി. ഈ വർഷത്തെ ദിനാചരണം ഭൂമിക്കും ആരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ. കേരളത്തിൽ മാമ്പഴം കിലോയ്ക്ക് 40 രൂപ. കർണാടകയിലെ മാങ്ങ കർഷകർക്ക് കിട്ടുന്നത് 2 രൂപ. കുത്തനെ ഇടിഞ്ഞ വിലയിൽ നട്ടെല്ലൊടിഞ്ഞ് കർഷകർ. താങ്ങുവില പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. വിശദമായി കടക്കുമ്പോൾ ആദ്യം പോകുന്നത് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കണ്ണൂർ കായലോട് യുവതി ജീവനൊടുക്കിയ കേസിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്ന വാർത്തയിലേക്കാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റഹീസ് അല്പസമയം മുമ്പ് ഹാജരായത്. കേസിൽ ഇയാളുടെ മൊഴി നിർണായകമാണ്. ന്യൂസ് 18 ആണ് ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ബൈജു, ഈ ആൾക്കൂട്ട വിചാരണയുമായി ബന്ധപ്പെട്ട് സദാചാര ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമായ ഘടകമാണ് റിയാസിന്റെ മൊഴി എന്ന് പറയുന്നത്. യുവതി മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും റിയാസ് ഒളിവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ റിയാസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്? എന്താണ് യഥാർത്ഥത്തിൽ അന്ന് ആ ദിവസം നടന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ചിത്രം ഈ റിഹാസിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും ആര്യ, അതായത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച, കേരളത്തെ നാണക്കേടിലാക്കിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവം വലിയ തോതിൽ ചർച്ചാ വിഷയമായ ശക്തമായ പ്രതിഷേധം ഉയർന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഈ ആൺ സുഹൃത്ത് ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ന്യൂസ് 18 ആണ് വിവരം ആദ്യം പുറത്തുകൊണ്ടുവരുന്നത്. പിണറായി പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുമ്പാണ് ഇയാൾ ഹാജരായത്. ഇയാളുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം ഈ ആൺ സുഹൃത്തിനൊപ്പം സംസാരിച്ചിരിക്കുകയാണ് യുവതിക്ക് വലിയ തോതിൽ മനോവിഷമം നേരിടേണ്ടി വന്നത്, ആ സദാചാര ഗുണ്ടായിസം നേരിടേണ്ടി വന്നത്. പിന്നീട് ഈ യുവാവിനും 5 മണിക്കൂറോളം ഇവരുടെ തടങ്കലിൽ കൊണ്ടുപോയി വലിയ തോതിൽ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. അതൊക്കെ യുവതിയുടെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഏതെങ്കിലും തരത്തിൽ യുവാവിനെതിരെ ഒരു പരാമർശവുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു? SDPIയെ സംബന്ധിച്ചിടത്തോളം 3 പേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ SDPI പ്രവർത്തകരാണ്. അത് SDPI ജില്ലാ നേതൃത്വം
നേതൃത്വം തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. പോലീസും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ SDPIയുടെ ഭാഗത്തു നിന്നും SDPIയുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി എന്തൊക്കെ ക്രൂരതകൾ ഇയാൾക്ക് നേരിടേണ്ടി വന്നു, അത് മധ്യസ്ഥ ചർച്ചയ്ക്ക് മാത്രമാണ് ഇവരെ വിളിപ്പിച്ചതെന്ന ഒരു വാദവുമായാണ് ഇന്നലെ SDPI എത്തിയതെങ്കിൽ അതിൽ കൃത്യമായ ഒരു ചിത്രം ഇപ്പോൾ നിയാസിനെ മൊഴിയെടുക്കുന്നതോടുകൂടി പോലീസിന് കണ്ടെത്താൻ സാധിക്കും. ഈ കേസിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഇപ്പോൾ യുവാവിന്റെ ഈ മൊഴി ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉയർന്ന ചോദ്യം ഇതായിരുന്നു, എവിടെയാണ് ഈ പെൺകുട്ടിയോടൊപ്പം അല്ലെങ്കിൽ യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ഈ ആൺ സുഹൃത്ത് എന്ന കാര്യമാണ്. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ഒരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു എന്ന സൂചന ഉണ്ടായിരുന്നു. പോലീസിനെ അത് സംബന്ധിച്ച് സൂചന ലഭിച്ചിരുന്നു. പക്ഷേ ഇയാളുടെ പാസ്പോർട്ട് അത് വീട്ടുകാർ അവിടെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ഈ യുവാവ് ഇവിടെ നിന്നും കടക്കാൻ ശ്രമിച്ചത്? ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതുമാത്രമല്ല ഇയാൾക്കെതിരെ ഈ യുവതിയുടെ മാതാവ് ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അത്തരത്തിലൊരു ആരോപണമായി അവർ രംഗത്തെത്തിയത്? ഈ ആരോപണത്തിൽ യാഥാർത്ഥ്യമുണ്ടോ? കേസിനെ കൊണ്ടെത്തിക്കുന്നതും അതാണ്. മാതാവിന്റെ പരാതി, ഈ ആൾക്കൂട്ട വിചാരണ നടന്നു, സദാചാര ഗുണ്ടായിസം നടന്നു എന്ന് പോലീസ് ആവർത്തിച്ചു പറയുന്നു. അത് സാധൂകരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് റിസാനയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഉള്ള കാര്യവും. പക്ഷെ അതിനപ്പുറം കുടുംബം മറ്റ് ചില വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഈ ആൺ സുഹൃത്ത് റഹീസിനാണ് ഈ ആത്മഹത്യയിൽ കൂടുതൽ പങ്കുള്ളത്. റഹീസ് കാരണമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ യുവതി എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തേക്ക് എത്തുന്നത്. എന്തൊക്കെയാണ് കുടുംബം ഈ റഹീസിനെതിരെ പറയുന്ന കാര്യങ്ങൾ? തീർച്ചയായും ആര്യ, അത്രത്തോളം ഗുരുതരമായ ആരോപണമാണ് ഈ മാതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. അതായത് ഈ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി സ്വർണം പണം ഉൾപ്പെടെ ഈ യുവതിയിൽ നിന്നും തട്ടിയെടുത്തു. അത്തരത്തിലൊരു മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്ത് എന്ന നിലയിലേക്ക് വരെ ഈ മാതാവ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ എത്ര അടിസ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ ഈ റസീന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതും തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അവർ ഉണ്ടായിരുന്നത്. അതായത് കൃത്യമായ കൈകളിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് എത്തണമെന്ന കൃത്യമായ ഒരു കണക്കൂട്ടലിലൂടെയാണ് റസീന അത് തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചത്. 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഈ ആൺ സുഹൃത്തായ റസീനുമായുള്ള ബന്ധം എന്താണ് ഉള്ളത്, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഈ യുവതിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ ഒരു എതിരായ പരാമർശം ഇയാൾക്ക് എതിരെ ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കുടുംബം ഇത്തരത്തിലുള്ള ഒരു പരാമർശമായി എത്തിയത്? പ്രത്യേകിച്ച് ഇതിൽ ബന്ധുക്കൾ ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ട് ഈ കേസിൽ എന്നതാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കുമോ അത്തരത്തിലൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ ഈ കുടുംബം കാരണം? എന്തായാലും ഇതൊക്കെ വലിയ അവ്യക്തതകളാണ് ഇതിൽ തുടരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിൽ കേരളം ചർച്ച ചെയ്ത, കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവം, അതായത് ഒരു ആണും ഒരു പെണ്ണും സംസാരിച്ച് ഇരിക്കുമ്പോൾ അത് തടയുക, അയാളെ 5 മണിക്കൂറോളം തടഞ്ഞു വെക്കുക, അയാളെ മർദ്ദിക്കുക, അത്തരത്തിൽ വലിയ തോതിൽ ക്രൂരമായ ഒരു മർദ്ദനം നേരിടേണ്ടി വന്നു. ഒരു 40 വയസ്സുള്ള ഒരു യുവതി, 3 കുട്ടികളുടെ മാതാവാണ്. അവർക്ക് ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളത്. അത്രത്തോളം വലിയ തോതിലുള്ള മനോവിഷമം ഇവർക്ക് അനുഭവപ്പെടേണ്ടി വന്നു. ഏതായാലും ഈ പിതാവ് ഇതിൽ SDPI ഓഫീസിൽ വിളിപ്പിച്ചിരുന്നുവെന്നും ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 3 മണിക്കാണ് ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ 11 മണി വരെ, രാത്രി 11 മണി വരെ ഈ ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ള ഈ ആൺ സുഹൃത്തും അതുപോലെ തന്നെ ഈ അയാളുടെ കുടുംബവും യുവതിയുടെ കുടുംബവും ഈ SDPI ഓഫീസിൽ ചെലവഴിച്ചത് അവിടെ വലിയ തോതിൽ ഇയാളെ വിചാരണ നടത്തി. മാത്രമല്ല ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും എന്തിനാണ് ഇവർ പിടിച്ചുവെച്ചത്, അത് ഇയാൾക്ക് തിരിച്ചു കൊടുത്തിരുന്നില്ല. ഇതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, ഈ SDPI പാർട്ടി ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ഈ റസീനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാനസിക വിഷമം നേരിടേണ്ടി വന്നു, ഇതിൽ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം അതിൽ എത്രത്തോളം ശരിയുണ്ട്, ഇതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ ഇതിൽ വ്യക്തത വരും. അതിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇയാൾ ഹാജരായി എന്നത്, ഇയാളെ നിരന്തരം ഇയാളുടെ മയ്യലിലുള്ള വീട്ടിൽ പോലീസ് സംഘം നിരന്തരം തുടക്കത്തിൽ തന്നെ പോയിരുന്നു. പക്ഷേ അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. വീട്ടുകാർക്ക് ഇയാൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നില്ല.
മാത്രമല്ല ഇയാളുടെ ടെലിഫോൺ ഉൾപ്പെടെ ഈ പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായ SDPI പ്രതികൾ അവർ വാങ്ങിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ പോലീസ് കണ്ടുകെട്ടിയത്. എന്തായാലും ആ ഫോണുകളിലൊക്കെ ഈ പ്രതികളുടെ ഫോണും പരിശോധിച്ചതിൽ നിന്നും ഇതിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഇതിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ആ കാര്യങ്ങളും അതോടൊപ്പം ദൃക്സാക്ഷികളിൽ നിന്നുള്ള മൊഴികളും അത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുമ്പോഴും ഇതിൽ എവിടെയാണ് വഴിതിരിച്ചുവിടാൻ ഈ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ആരാണ് ശ്രമിച്ചത്, ഇതിന് പിന്നിൽ ആരാണ്, ഇതൊക്കെ കാര്യങ്ങൾ ഇതിൽ ഏറ്റവും നിർണായകമാവും ഇപ്പോൾ നടക്കുന്ന ഈ മൊഴിയെടുപ്പ്. ഗുണ്ടായിസം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബൈജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷര കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പക്ഷേ കുടുംബം പറയുമ്പോഴും ഈ സദാചാര ഗുണ്ടായിസം നടന്നു അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഇപ്പോൾ റഹീസ് എന്ന വിഷയത്തിലേക്ക് മാത്രം, റഹീസിനെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ട് ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നതാണോ പുതിയ സാഹചര്യം? തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ ഉയർന്നു വന്ന കാര്യം. അതാണ് മയ്യിൽ സ്വദേശിയായ ആൺസുഹൃത്തായ റഹീസാണ് ഇതിനെല്ലാം കാരണമെന്ന രീതിയിലാണ് ഈ മാതാവ് പരാതിയുമായി രംഗത്തെത്തിയത്. അതുപോലെ തന്നെ ഈ പിതാവ് വ്യക്തമാക്കുന്നത് ഇതിൽ സത്യാവസ്ഥ പുറത്തു വരണം എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. അത്തരത്തിലൊരു ആത്മഹത്യാക്കുറിപ്പ് ഇല്ലെങ്കിൽ റഹീസ് ഈ കേസിൽ പ്രതിയാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പുണ്ടായിട്ടും പോലീസിന്റെ അന്വേഷണം ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും റഹീസിന് നേരെയാണ് ആരോപണം ഉയരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇല്ലെങ്കിൽ റഹീസ് ഇതിൽ പ്രതിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇനി ഇതിൽ ആരൊക്കെ കൂടുതൽ പ്രതികളാവും? നിലവിൽ 3 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 6 പേരുടെ അറസ്റ്റ് ഇതിൽ രേഖപ്പെടുന്ന സാഹചര്യം വരും. അതോടൊപ്പം ഇതിൽ പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വരാതെ പുതിയതായി ആരെങ്കിലും ഉണ്ടോ അത്തരമുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോൾ റഹീസിന്റെ മൊഴിയെടുക്കുന്നതിലൂടെ കൃത്യമായി പുറത്തു വരും. ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഇടപെടലുണ്ടോ, എന്തൊക്കെ ഈ യുവതി മനോവിഷമം നേരിട്ടു, ഇത് ഒരു ദിവസം മാത്രം നേരിട്ട പ്രശ്നമാണോ, അതല്ല ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ, നിരന്തരം ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും അത് വരും മണിക്കൂറുകളിൽ അത് കൃത്യത വരും, അതിലൊരു കൃത്യത വരും. ഇതിൽ ഒരു പക്ഷേ വലിയ ട്വിസ്റ്റ് ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് ഈ റഹീസിന്റെ മൊഴിയെടുക്കുന്നതോടുകൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത് എന്താണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്ന് പറയുന്നത് ഈ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ആത്മഹത്യാ കുറിപ്പ് പോലീസിന്റെ പക്കൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മറ്റൊരു തലത്തിലേക്ക് പോകുമായിരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ പോലീസിന് മുന്നിൽ ഈ ആത്മഹത്യാ കുറിപ്പുണ്ട്. അതിനപ്പുറം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ SDPI ഓഫീസിൽ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന ദൃശ്യങ്ങളുമുണ്ട്. ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമാണ്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ടോ? അതിൽ വ്യക്തമാണല്ലോ ആരൊക്കെ എത്ര പേർ പങ്കെടുത്തു എന്നുള്ളത്. അതോ റഹീസിന്റെ മൊഴി എടുത്തതിനു ശേഷം മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ മറ്റ് ഒപ്പമുള്ള പ്രതികളെ അന്വേഷിച്ച് മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലാണോ പോലീസ് ഉള്ളത്? അതുമായി ബന്ധപ്പെട്ട സൂചന നമുക്കുണ്ടോ? അത് ഏറ്റവും പ്രധാനമാണ്. ഈ ദൃശ്യം SDPI പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇവർ നിരപരാധികളാണ്, ഏതെങ്കിലും തരത്തിൽ അവിടെ മർദ്ദനം നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി SDPI പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട ദൃശ്യമാണ് ഇപ്പോൾ അത് വലിയൊരു തെളിവായി മാറിയിരിക്കുന്നത്. അതായത് ആദ്യം നിഷേധിച്ചിരുന്നു SDPI ഓഫീസിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ കൊണ്ടുപോയിട്ടില്ല, അത്തരത്തിൽ കാര്യങ്ങളാണ് അവർ പറഞ്ഞതെങ്കിൽ പിതാവ് ഈ കാര്യം പറഞ്ഞതോടുകൂടി SDPI അത് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അത് തെളിയിക്കുന്ന അത് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് ഒരു എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇവർ പുറത്തുവിട്ടതാണ്. SDPI തന്നെ പുറത്തുവിട്ടത്. ഏതായാലും അത് വലിയൊരു തെളിവായി ഈ കേസിൽ മാറിയിരിക്കുന്നു. അതിനോടൊപ്പം ഈ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആൺ സുഹൃത്തായ റഹീസ് കൂടി ഹാജരാകുന്നതോടുകൂടി ഈ കേസിൽ ഏതായാലും മണിക്കൂറുകൾക്കകം ഒരു കൃത്യമായ ചിത്രം വരും. വലിയ ദുരൂഹതകൾ, അവ്യക്തതകൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ. ഇതിൽ തുടക്കത്തിൽ ഇതര സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഈ ആൺ സുഹൃത്ത് എന്ന രീതിയിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ആ രീതിയിലായിരുന്നു വാർത്ത ഉണ്ടായിരുന്നത്. പിന്നീട് 20 വയസ്സ്
വയസ്സുള്ള ഒരാളാണ് ഇത് എന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ അവ്യക്തതകൾ ഇതിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മാതാവിന്റെ പരാതി തന്നെ ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു പരാതി വന്നത് എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനി ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അടിവരയിട്ട് പറയുന്നു, ഇത് സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് മനംനൊന്ത് ഈ യുവതി ആത്മഹത്യ ചെയ്തതാണ്. അതിന് കൃത്യമായ തെളിവുകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. അതിനും അപ്പുറം ഇനി കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ അതൊക്കെ ഏതായാലും ഈ റഹീസിനെ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നതോടുകൂടി അതിലൊരു വ്യക്തത വരും. വളരെ നിർണായകമാണ് റഹീസിന്റെ മൊഴി. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ തലവേദനയായിരുന്നു. ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇനി ഏതായാലും പോലീസിന് എളുപ്പമാണ് റഹീസിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കൂടുതൽ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് ഈ 3 ബൈക്കുകളിലായി എത്തിയ 6 പേർ, അതാണ് പോലീസിന്റെ എഫ്ഐആറിൽ നിലവിലുള്ളത്. അതിൽ അപ്പുറം ഇതിൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് രഹസ്യമായാണ് പോലീസ് ഇതിന്റെ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നു. മാത്രമല്ല ഇത് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. വലിയ തോതിൽ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെ PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെ ഇതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് DYFIയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ പ്രതിഷേധമുണ്ട്. അത്തരത്തിൽ ഇതിൽ വലിയ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഇതിന്റെ ചുരുളഴിയാൻ പോകുന്നത്. ഇതിൽ റഹീസിനെ മൊഴിയെടുക്കുന്നതോടുകൂടി ഇതിൽ കൃത്യത വരും. ഇനി ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം അതിൽ കഴമ്പുണ്ടോ, എന്താണ് ഇതിൽ സത്യാവസ്ഥ, അതുമാത്രമല്ല ഏത് രീതിയിലൊക്കെ മർദ്ദനവും അതുപോലെ തന്നെ മാനസിക പീഡനവും ഇയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത്, പോലീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തോതിലുള്ള ഈ പീഡനം നടന്നിട്ടുണ്ട്. അതായത് മർദ്ദിക്കുന്നത് ഉൾപ്പെടെ ഇയാളുടെ മൊബൈൽ ഫോണും ടാബും പിടിച്ചു വാങ്ങി മണിക്കൂറുകളോളം അത് പരിശോധിക്കുന്നത് ഉൾപ്പെടെ പിണറായി പോലീസ് സ്റ്റേഷന്റെ 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത്തരം സംഭവങ്ങൾ 6 മണിക്കൂറോളം നടന്നത്. എന്തുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം പറഞ്ഞില്ല? ഇയാളിൽ നിന്നും എടുത്ത ഈ ടാബും മൊബൈൽ ഫോണും എന്തുകൊണ്ട് പോലീസിന് കൈമാറില്ല? അത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കണ്ടുകെട്ടുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പായിരുന്നു ഇതിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത്. അത്തരത്തിലൊരു ആത്മഹത്യാക്കുറിപ്പ് ഈ ശരീരത്തിൽ നിന്നും ലഭിച്ചതുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കേസിൽ ഏതായാലും ഈ റഹീസിന്റെ മൊഴിയെടുക്കുന്നതോടുകൂടി ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരും മണിക്കൂറുകൾ അത് കൃത്യമായ ഇതിൽ വിവരങ്ങൾ വരും. പോലീസ് കൃത്യമായ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ റഹീസ് ഹാജരായിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ വരെ ഉയർന്ന ചോദ്യം അതായിരുന്നു, റഹീസ് എവിടെ എന്നത്. അല്പസമയം മുമ്പ് നമ്മളാണ് ആ വിവരം പുറത്തുവിടുന്നത്, റഹീസ് കൃത്യം ഇവിടെ ഹാജരായി എന്നുള്ളത്. ഏതായാലും റഹീസിനെ അന്വേഷിച്ച് പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. റഹീസിന്റെ വീട്ടിൽ പരിശോധിച്ചിരുന്നു, റഹീസിന്റെ മയ്യലിന്റെ വീട്ടിൽ പരിശോധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ മഫ്റ്റിയിൽ പോലീസിനെ ഏർപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ എത്തിയാൽ ഇയാളെ കണ്ടെത്താൻ. പക്ഷേ അതൊന്നും നടന്നില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വിദേശത്തേക്ക് കടന്നതായ പോലും ഒരു സൂചന ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തലവേദന ഉണ്ടാകുന്ന ഒരു കേസിലാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരം. അതുമാത്രമല്ല ഈ കേസിൽ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. അത്രത്തോളം വലിയ ചർച്ചയായ ഒരു കേസാണിത്. അത്രത്തോളം നാണക്കേടായ ഒരു കേസാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു കേസാണ്. ഒരു പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന രീതിയിൽ സമാനമായ രീതിയിൽ വലിയ തോതിൽ ആൾക്കൂട്ടം വളഞ്ഞു വെച്ച് ഒരു ആണും പെണ്ണും സംസാരിക്കുമ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡനം നടത്തുകയും ഒക്കെ ചെയ്ത് വലിയൊരു കേസ്. ഏതായാലും ഈ കേസ് തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി കമ്മീഷണർ നിതിൻ രാജ് മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും പഴുതടച്ച അന്വേഷണം നടക്കുമ്പോൾ റഹീസിന്റെ മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം പുറത്തു വരും തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളും ന്യൂസ് 18 കൃത്യമായി പുറത്തു വിടും. അത്തരം വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് എന്നുള്ളത് ഈ വാർത്താ ദിനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രേക്ഷകരോട് പങ്കുവെച്ച കാര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ഒന്നാകെ ലജ്ജിപ്പിച്ച, നാണം കെടുത്തിയ ഒരു സംഭവമാണ് കായലോട് നടന്നത് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകേണ്ടതുണ്ട്, നീതി നടപ്പാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 കേരളം ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നത്. ഇപ്പോൾ എന്തായാലും പിണറായി പോലീസ് സ്റ്റേഷനിൽ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ ആൺ സുഹൃത്ത് റഹീസ് ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ന്യൂസ് 18 കേരളമാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും ഈ കേസിൽ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ആൾക്കൂട്ട വിചാരണയിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്, എത്ര പേരുണ്ടായിരുന്നു, അവർ എന്തൊക്കെയാണ് സംസാരിച്ചത്, മാത്രമല്ല കൃത്യമായി ആ സംഭവത്തിൽ ആ ഒരു 6 മണിക്കൂർ നേരം എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വ്യക്തമായ ചിത്രം റഹീസിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസിന് ലഭിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ബൈജു, പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സദാചാര ഗുണ്ടായിസം നടത്തി എന്ന് പറയുന്ന ഈ വ്യക്തികൾ, ഈ SDPI പ്രവർത്തകർ, അവർക്ക് അനുകൂലമായ തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരത്തരത്തിൽ ഈ SDPI പ്രവർത്തകർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഈ കേസിന്റെ അന്വേഷണത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? ആര്യ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത്. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായുള്ളൂ. ഒന്ന്, ഈ പറമ്പായി എന്ന് പറയുന്ന സ്ഥലം അത് കൃത്യമായി SDPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. രണ്ടാമത്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് റസീനയുടെ ബന്ധുക്കളാണ്. ഒരു പക്ഷേ ഈ 2 കാരണങ്ങളാകാം ഒരു വലിയ തോതിലുള്ള ഭീഷണി ഒരു പക്ഷേ ഇവർക്ക് നേരിട്ടുണ്ടാവാം, ഈ കുടുംബത്തിനുണ്ടാവും. അതൊക്കെ ഏതായാലും പോലീസ് അന്വേഷണം ആ വഴിക്ക് നടക്കുന്നുണ്ട്. അത് ആ മാതാവിനെ ഒരു പക്ഷേ ഈ 2 ഘടകങ്ങളായിരിക്കാം ഇവരെ ഇത്തരത്തിൽ ഈ ആൺ സുഹൃത്തിനെതിരെ തിരിയാൻ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പരാതിയുമായി രംഗത്തെത്താൻ ഒരു കാരണമെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും SDPIയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേർ ഇതിൽ പ്രതികളാകുമോ? കാരണം അത്രത്തോളം വലിയൊരു സദാചാര ഗുണ്ടായിസം, അവിടെ ഒരു മധ്യസ്ഥ ചർച്ചയല്ല നടന്നത്. SDPI പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു മധ്യസ്ഥ ചർച്ചയല്ല നടന്നത് എന്നത് വ്യക്തമാണ്. അത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഈ യുവതിയും യുവാവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സംഭാഷണം നടത്തിയിട്ടുണ്ടാവും. താൻ നേരിട്ട അവസ്ഥ അത് യുവതിയോട് വിവരിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം യുവതി കൃത്യമായി മനസ്സിലാക്കി ഈ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ കേസിൽ പ്രധാനം. എന്തായാലും ഈ റഹീസിന്റെ മൊഴി, ഈ മൊഴിയും കൂടി കൂട്ടി വായിക്കുമ്പോൾ പോലീസിന് ഇതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടും. പോലീസ് ഈ കുടുംബം ഇത്തരം ആരോപണമായി രംഗത്ത് വരുമ്പോഴും അതിൽ അന്വേഷണം നടത്താമെന്ന് പറയുമ്പോഴും ഇതിൽ സദാചാര ഗുണ്ടായിസം എന്ന കൃത്യമായി പോലീസ് അത് അന്വേഷിച്ച്, അതായത് ഈ തെളിവുകളുടെയും ഈ ഇവിടുത്തെ ദൃക്സാക്ഷികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ, മൊഴിയെടുക്കുന്നതൊക്കെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഇനി എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. ഈ കുടുംബത്തിന് ഇതിന് ശേഷം, റസീന ആത്മഹത്യ ചെയ്തതിന് ശേഷം കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഇനി അങ്ങനെയുണ്ടെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? അത്തരം കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇതിൽ സങ്കീർണത ഇതിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ. അതോടൊപ്പം ഇതിലെ ഒരു അവ്യക്തത അത് മാറുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. അത് റഹീസിന്റെ മൊഴിയെടുക്കുന്നതോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റഹീസിന്റെ മൊഴി അത് അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ റഹീസ് ഉള്ളത്. അതോടൊപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘവും പിണറായിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് തേടിക്കൊണ്ടിരുന്നത് റഹീസിനാണ്. റഹീസിൽ നിന്നാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. അതോടൊപ്പം റഹീസിൽ നിന്നുള്ള വിവരം കൂടി ലഭിക്കുമ്പോൾ ഇതിൽ ഒരു കൃത്യമായ ചിത്രം പോലീസിന് ലഭിക്കും. എന്തായാലും പോലീസിന്റെ വാർത്താ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഹീസിന്റെ മൊഴിയെടുക്കൽ പൂർത്തിയാകാനുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഇതിൽ പ്രതികൾ, ഇതിൽ ഇപ്പോൾ പോലീസിന്റെ ലിസ്റ്റിൽ വരാത്ത, പോലീസിന്റെ കൃത്യതയിൽ വരാത്ത ഏതെങ്കിലും തരത്തിൽ പ്രതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം കൂടുതൽ നീളും, കൂടുതൽ ആളുകളിലേക്ക് നീങ്ങും. ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഏതായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ പേർ പ്രതികളാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ 3 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 3 പേർ പോലീസിന്റെ വലയിലാണ്. പോലീസ് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പ്രതിഷേധവും ഇന്ന് ഒട്ടും കുറവില്ല. DYFIയുടെ പ്രതിഷേധമുണ്ട്. ഇതിനിടയിൽ തന്നെ SDPI തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് 10:10 പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് കൂടി വെച്ചിട്ടുണ്ട്. SDPIയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മാർച്ച്. എന്തായാലും BJP ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി ഈ സംഭവത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ SDPI കടുത്ത പ്രതിരോധത്തിലാണ്. ഒരുപക്ഷെ SDPIയുടെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. അത്തരം കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിലെ വ്യക്തമാകൂ. അത് റഹീസിന്റെ മൊഴിയെടുക്കൽ പൂർത്തിയാകാനുണ്ട്. റഹീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. കൃത്യമായി റഹീസിനെ അറിയുന്ന ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 6 പേരിന് പുറമെ കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് ഈ ഫോൺ കോൾ വിശദാംശങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ കൂടുതൽ ആളുകളെ ഇവർ ഫോൺ വിളിച്ച് ഇവിടത്തേക്ക് വരുത്തിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ പോലീസിന് അത്തരം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഏതായാലും വരും മണിക്കൂറുകൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും.
ആര്യ. തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കേരളത്തെ നാണം കെടുത്തിയ കായലോട് ആൾക്കൂട്ട വിചാരണ കേസിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ്. റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ ആൺ സുഹൃത്ത് ഈ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതോടുകൂടി റഹീസിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും സദാചാര ഗുണ്ടായിസം തന്നെയാണ് നടന്നത് എന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നുണ്ട്. അത് സാധൂകരിക്കുന്ന തെളിവുകളും പോലീസിന് പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. നിർണായകമായ വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 കേരളമാണ്. വരും മണിക്കൂറുകളിലും കൂടുതൽ പുതിയ അപ്ഡേറ്റ്സുമായി KV ബൈജു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. യോഗാ ദിനത്തിലും ഭാരതാംബ വിവാദം. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യോഗാ ദിനം ആചരിച്ചത് ഭാരതാംബ ചിത്രത്തിൽ പൂക്കളർപ്പിച്ച്. ഗവർണർക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിയും ദേശാഭിമാനിയിൽ ലേഖനവും ഇന്ന് വന്നു. അതിനിടെ രാജ്ഭവനിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ പ്രതിഷേധം അറിയിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ സംഭവത്തിൽ ഗവർണർ സർക്കാരിനെ അതൃപ്തി അറിയിക്കും. ഇറങ്ങിപ്പോയത് ഗവർണറെ അപമാനിക്കുന്നതും പ്രോട്ടോകോൾ ലംഘനവുമാണെന്ന നിലപാടിലാണ് രാജ്ഭവനുള്ളത്. കൃഷിമന്ത്രി പി പ്രസാദ് ചെയ്തതുപോലെ അതൃപ്തി രേഖാമൂലം അറിയിക്കാമായിരുന്നു എന്ന നിലപാടും രാജ്ഭവന് ഉണ്ടെന്നാണ് സൂചന. ഇന്ന് വി ശിവൻകുട്ടി കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തും. വിഷയം രാഷ്ട്രീയ പോരുമാവുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തും. VV അരുൺ കൂടുതൽ വിശദാംശങ്ങളുമായി ഉടൻ നമുക്കൊപ്പം ചേരും. എന്തായാലും ഗവർണർ സർക്കാർ പോര് അത് കൂടുതൽ കടുക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഒരിഞ്ച് വിട്ടുകൊടുക്കാൻ ഗവർണറോ തയ്യാറാകുന്നില്ല. അതിനപ്പുറം പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. ഇത് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് വലിയ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, വിശ്വനാഥ് ആർലേക്കർ വരുന്നതിന് മുമ്പ് മുഹമ്മദ് ആരിഫ് ഗവർണറായിരുന്ന സമയത്ത് സർക്കാരും ഗവർണറും തമ്മിൽ ഇത്തരത്തിൽ അസാധാരണമായ വിധമുള്ള പല വിധത്തിലുള്ള വിവാദങ്ങളും പോരുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം വന്ന പുതിയ ഗവർണർ വിശ്വനാഥ് ആർലേക്കറുമായി വളരെ സമവായത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഭാരതാംബ വിവാദം കൂടി എത്തിയിട്ടുള്ളത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, കൂടുതൽ രൂക്ഷമാവുകയാണ് ഗവർണർ സർക്കാർ പോര് എന്നതല്ലേ സാഹചര്യം? തീർച്ചയായിട്ടും അതിനുള്ള കളമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. പ്രധാനമായും നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോഴുള്ള ഒരു സാഹചര്യമായിരുന്നില്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൽ ഗവർണറായി വന്ന ശേഷം സംസ്ഥാന സർക്കാരുമായി ഉണ്ടായത്. മുഖ്യമന്ത്രിയും ഗവർണറുമായി പല സമവായ ചർച്ചകൾ അല്ലെങ്കിൽ വലിയ സൗഹാർദ്ദപരമായ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോലും ഗവർണർ വീട്ടിൽ പോയതാണ്. അതിനുശേഷം സർവകലാശാല ഭേദഗതി ബിൽ അടക്കമുള്ള വിഷയങ്ങളിലാണ് ഗവർണർ സർക്കാരുമായി ആദ്യം ഉരസുന്നുവെന്ന തോന്നലുണ്ടാക്കിയത്. പിന്നീട് ഈ ഭാരതാംബ വിവാദം, അതായത് കൃഷിവകുപ്പിന്റെ ഒരു പരിപാടി പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവൻ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം, ഭാരതാംബയെന്ന് RSSകാർ കരുതുന്ന ചിത്രം ഉള്ള അതിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യം ഗവർണറുടെ ഓഫീസ് മുന്നോട്ട് വച്ചു. അതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം മന്ത്രി വി ശിവൻകുട്ടി അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടി പങ്കെടുക്കുമ്പോഴും സമാനമായ ഒരു വിവാദമുണ്ടായി. മന്ത്രി അവിടെ നിന്ന് പ്രതിഷേധം അറിയിച്ച് ഇറങ്ങിപ്പോന്നു. യഥാർത്ഥത്തിൽ നേരത്തെ ഈ പി പ്രസാദ് പങ്കെടുത്ത പരിപാടിക്ക് ശേഷം അത്തരമൊരു തർക്കമില്ലാതെ മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം ഗവർണർക്കുണ്ടായിരുന്നു. അതായത് സർക്കാർ പരിപാടികളിൽ ഇത് ഭാരതാംബയുടെ ചിത്രം നിർബന്ധമാക്കില്ല എന്ന് സൂചന നൽകിക്കൊണ്ട് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാറിനെ കൊണ്ടൊരു ലേഖനം ഒരു ദേശീയ ദിനപത്രത്തിൽ എഴുതിക്കുകയും ചെയ്തിരുന്നു രാജ്ഭവൻ. അതിന് തൊട്ട് പിന്നാലെയാണ് ശിവൻകുട്ടിയുടെ വിഷയമുണ്ടാകുന്നത്. അത് ഗവർണറുടെ നിലപാട് കടുപ്പിക്കാതെ നിർബന്ധമാക്കിയെന്ന് വേണം അറിയാൻ കഴിയുന്നത്. അതായത് മന്ത്രി ചെയ്തത് പൂർണ്ണമായ അച്ചടക്ക ലംഘനമാണ്, രാജ്ഭവനോടുള്ള അവഹേളനമാണ്. മാത്രമല്ല അവിടെ ഒരു പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്നും രാജ്ഭവനും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു. അതിനെ അതിർത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് ഗവർണർ അറിയിച്ചേക്കും. നേരത്തെ ഇത് ഔദ്യോഗികമായി കത്തായി തന്നെ നൽകാൻ ആലോചിച്ചു, പക്ഷേ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഇത്തരമൊരു തർക്കം തുടർന്ന് മുന്നോട്ട് പോകാൻ ഗവർണർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രാജ്ഭവൻ പറയുന്നത്. പക്ഷേ മന്ത്രിയുടെ നിലപാട് ഒരു രാഷ്ട്രീയ നീക്കമായി പോയി. അതുകൊണ്ട് അതിൽ പ്രതികരിച്ചേ മതിയാകൂ എന്നൊരു നിലപാടിലേക്ക് ഗവർണർ എത്തിച്ചേരുകയായിരുന്നു. അതേസമയം CPM ആകട്ടെ ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്തി മുന്നോട്ട് പോവുകയാണ്.
രാജ്ഭവനെ രാഷ്ട്രീയവത്കരിക്കാൻ സംഘപരിവാർ ആശയപ്രചരണങ്ങളുടെ വേദിയാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനെ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ നിലപാടെടുത്ത മന്ത്രി വി ശിവൻകുട്ടി അതിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിനന്ദിച്ചിരുന്നു. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. CPM കടുത്ത നിലപാടെടുക്കാൻ സ്വീകരിച്ചിരുന്നു. ഇതേസമയം ഇത് BJPയും ഒരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ഗവർണർക്ക് രാജ്ഭവന് പിന്തുണയുമായി BJPയുടെ വിദ്യാർത്ഥി സംഘടന ABVP മാർച്ച് നടത്തി. മന്ത്രിയെ പലതവണ കരിങ്കൊടി കാണിച്ചു. വഴി തേടാൻ ശ്രമമുണ്ടായി. SFI ഗവർണർക്ക് സർവകലാശാല കേന്ദ്രീകരിച്ചും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയും SFIമാർ ഇതിനാണ് കാര്യങ്ങൾ ഏറ്റെടുത്തത്. ഇന്ന് BJP തന്നെ നേരിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ വിഷയത്തിൽ ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭാരതാംബയുടെ ചിത്രത്തിൽ, ഭാരതാംബ എന്ന RSSകാർ BJPക്കാർ വിശ്വസിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയുള്ള ഒരു പ്രതിഷേധം കൂടി സംഘടിപ്പിക്കുകയാണ്. ഇന്ന് യോഗാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ യോഗ സെഷൻ രാജ്ഭവനിലും അത് പ്രദർശിപ്പിച്ചു. അവിടെ ഗവർണറും ജീവനക്കാരും യോഗയിൽ പങ്കെടുത്തു. അവിടെയും സമാനമായി ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അതിലൊരു അത്ഭുതമോ അതിശയമോ ഇല്ല. കാരണം ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് രാജ്ഭവനിൽ അതുണ്ടാകും, പക്ഷെ സർക്കാർ പരിപാടികൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് രാജ്ഭവൻ പോയത്. പക്ഷേ ഈ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ അതും രാജ്ഭവൻ പുനഃപരിശോധിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്നത്തെ യോഗാദിന പരിപാടിയും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തന്നെയാണ് രാജ്ഭവൻ ആചരിച്ചത്. അത് തുടർന്നുണ്ടാകും. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോണിലൂടെ ബന്ധപ്പെട്ട് ഈ മന്ത്രിയുടെ നടപടിയിൽ അതിർത്തി ഗവർണർ അറിയിച്ചേക്കും. അരുണ, ഇപ്പോൾ എന്തായാലും രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരടി പോലും ഗവർണർ ഈ വിവാദത്തിൽ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന സൂചനയാണ് നമുക്ക് മുന്നിലുള്ളത്. ഗവർണർ ഇത്തരത്തിൽ അതൃപ്തി ഔദ്യോഗികമായി അറിയിക്കുകയാണെങ്കിൽ സർക്കാർ തലത്തിലെ പ്രതിഷേധം അത് ഏത് തരത്തിലായിരിക്കുമെന്ന സൂചന നമുക്കുണ്ടോ? ഇന്നത്തെ രാജ്ഭവൻ യോഗാ ദിനത്തിൽ ഈ പുഷ്പാർച്ചന അത് ഒരു സർക്കാരിനെതിരെയുള്ള ഒരു നീക്കമായി കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ് രാജ്ഭവനിൽ ഭാരതാംബ വിട്ടൊരു കളിയില്ല. പക്ഷേ സർക്കാർ പരിപാടികളിൽ ഈ ചിത്രം വയ്ക്കുകയും അത് പരിപാടികളുടെ ഭാഗമാക്കി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്ഥാനത്ത് ഗവർണർ അതിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുമ്പോഴുമാണ് സർക്കാരിന് എതിർപ്പ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമായ എതിർപ്പ് സർക്കാർ ചെയ്യാൻ കഴിയില്ല. എതിർപ്പുണ്ടെങ്കിൽ പോലും രാജ്ഭവനിൽ ആ രീതിയിൽ ഗവർണർ മുന്നോട്ട് സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഗവർണർ സർക്കാരിന് എതിർപ്പറിയിക്കും. സർക്കാരും പിന്നോട്ട് പോകാൻ തയ്യാറാകില്ല. കാരണം ഇതൊരു സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമമായാണ് CPM കാണുന്നത്. എക്കാലവും RSS നിലപാടുകൾക്കെതിരെ CPM രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ വലിയൊരു രാഷ്ട്രീയ അവസരമായി കൂടി CPM ഇതിനെ കാണുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ UDFന്റെ ആരോപണം സർക്കാരും രാജ്ഭവനും സർക്കാരും CPMഉം BJPയും ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയില്ല, ഇത്തരം കാലം കടുത്ത നിലപാടെടുക്കാൻ തന്നെയാണ് CPM തയ്യാറെടുക്കുന്നതെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഈ വിഷയത്തിൽ സർക്കാർ മുന്നോട്ട് പോകും. ഗവർണറുടെ അധികാരം എന്താണ്, അധികാര പരിമിതികൾ എന്താണ്, ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഗവർണർക്ക് ഇത്തരത്തിൽ സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ എന്ന് അവർ വിചാരിക്കുന്ന ചിത്രം വയ്ക്കാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ സർക്കാർ നിയമപരമായി കൊണ്ട് നീങ്ങും. അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിസ്ഥാനത്തിൽ കൂടി സർക്കാർ മുന്നോട്ട് പോവുക. ഒരു വശത്ത് രാഷ്ട്രീയമായും അതേസമയം നിയമപരമായും ഈ വിഷയത്തെ നേരിടാനാണ് CPMന്റെയും സർക്കാരിന്റെയും തീരുമാനം. അതെ അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം ഒരു രാഷ്ട്രീയ പോരുകൂടി ആവുകയാണ് എന്നതാണ് സാഹചര്യം. BJP CPM പോരിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. BJP വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുഷ്പാർച്ചന, ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തി പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്തുടനീളം പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണോ BJPയുടെ നീക്കം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും BJP അത്തരമൊരു സ്വാഭാവികമായും CPM രാഷ്ട്രീയവത്കരിക്കുമ്പോൾ ഭാരതാംബയെ, ഭാരത പ്രതീകങ്ങളെ ഏറ്റെടുക്കുന്നില്ല, CPM തള്ളിപ്പറയുന്നുവെന്ന ആരോപണവുമായാണ് BJP രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് അവർ ആ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുന്നത്. മന്ത്രിയെ തടയൽ, മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തൽ, കരിങ്കൊടി കാണിക്കൽ തുടങ്ങിയ വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJPയുടെ പോഷക സംഘടന ഭാഗത്തുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJPയുടെ സിറ്റി കമ്മിറ്റിയാണ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന, അതുപോലെ തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായ വിഷയം BJP ഏറ്റെടുക്കും. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഗവർണർക്ക് നേരത്തെ മുഹമ്മദ് ഖാന്റെ കാലത്തും ഈ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ, ഗവർണർക്ക് സംരക്ഷണം ഒരുക്കുന്ന, ഗവർണർക്ക് പിന്തുണ ഒരുക്കുന്ന സമരങ്ങളുമായി BJP രംഗത്ത് വന്നിരുന്നു. സമാനമായ സാഹചര്യം സർക്കാർ ഗവർണർ പോര് കടുക്കുമ്പോൾ BJP CPM പോരായി കൂടി മാറുകയാണ്. ഒരു വശത്ത് BJPയും അതുപോലെ തന്നെ മറുവശത്ത് CPM എന്ന നിലയിൽ കാര്യങ്ങൾ മാറുന്നു. കോൺഗ്രസും ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുന്നെങ്കിലും ഇന്നലെ KC വേണുഗോപാലൊക്കെ രാഷ്ട്രപതി ഇടപെടണം, രാജേന്ദ്ര പ്രസാദിലേക്കുള്ള നടപടികളെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് മാറുകയാണ്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോഴും
ഈ കേന്ദ്ര സർക്കാരിനോടുള്ള സംസ്ഥാന പാർട്ടികളുടെ സമീപനം അതൊരു വോട്ട് വിഷയം തന്നെയാണ്. വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ആകർഷിക്കാവുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം തണുത്തു പോകാനിടയില്ല. ഒരുപക്ഷെ സർക്കാർ ഗവർണറുമായി തരത്തിൽ സന്ധിയിലേക്ക് പോകാം. പക്ഷേ ഈ വിഷയം അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കണത്തിലും കത്തു നിൽക്കുന്നൊരു വിഷയമായി തന്നെ മാറാൻ ആണ് സാധ്യത. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സർക്കാർ ഗവർണർ പോര് അത് കൂടുതൽ കടുക്കുകയാണ്. യോഗാ ദിനത്തിലും ഭാരതാംബ വിവാദം ചർച്ചയാകുന്നു എന്നുള്ളതാണ്. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യോഗാ ദിനം ആചരിച്ചത് ഭാരതാംബ ചിത്രത്തിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ്. അതിനപ്പുറം ഗവർണർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിക്കാനുള്ള ഒരു നീക്കവും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി സർക്കാരും മന്ത്രിമാരും രംഗത്തേക്ക് എത്തും എന്നതുകൂടിയാണ് സാഹചര്യം. കൂടുതൽ രാഷ്ട്രീയ പോരിലേക്ക് കൂടി ഈ വിഷയം ചെന്നെത്തുന്നു എന്നതാണ്. ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുന്നതിനിടെ ദേശസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലായി മാറുകയാണ് കാസർഗോഡ് അതിയാമ്പൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായരുടെ ദാരുശില്പങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഭാരതാംബ എന്നിങ്ങനെ നിരവധി ദാരുശില്പങ്ങളാണ് AC കണ്ണൻ നായർ ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതാംബയ്ക്ക് നൽകിയിരുന്ന പ്രാധാന്യത്തിന്റെ നേർക്കാഴ്ചയാണ് കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായരുടെ തറവാട്ടിലുള്ളത്. എച്ചിക്കാനം തറവാടിന്റെ ഭാഗമായിരുന്ന അതിയാമ്പൂർ പത്തായപുരം മാളികയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളായ മഹാത്മാഗാന്ധി, ഭാരതാംബ എന്നിങ്ങനെ നിരവധി ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത്. കർഷകരുടെയും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ച വാതിലിലൂടെ പത്തായപ്പുരക്കകത്ത് കടന്ന് മരപ്പടികൾ കയറി 1-ാം നിലയിലെത്തി മുകളിലോട്ട് നോക്കിയാൽ മേൽക്കൂരയിൽ ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബയുടെ രൂപം കാണാം. കണ്ണൻ നായരുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വിവരണവുമുണ്ട്. ഇന്നും അമൂല്യനിധിയായി ന്യൂഡൽഹി പുരാരേഖ മ്യൂസിയത്തിലുള്ള ഡയറി കുറിപ്പുകളുടെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണെങ്കിലും ദാരുശില്പങ്ങളുടെ ചരിത്ര പ്രാധാന്യം രേഖപ്പെടുത്തി വെച്ചിരുന്നില്ല. 1905 അഭിനീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി ഭാരതാംബയുടെ രൂപം ചിത്രീകരിച്ചത്. പിന്നീട് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഭാരതാംബയുടെ രൂപത്തിൽ വരികയും ത്രിവർണ പതാകയേന്തിയ ഭാരതാംബയുടെ സങ്കല്പം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പടരുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാരതാംബയുടെ ദാരുശില്പമായിരിക്കാം കാഞ്ഞങ്ങാട്ടെ AC കണ്ണൻ നായരുടെ ഭവനത്തിലുള്ളതെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. അതിനിടെ ഭാരതാംബയുടെ ചിത്രത്തിന് പിന്നിലെ ഭൂപടവും കാവിക്കൊടിയും മാറ്റി BJP. കേരള BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ പോസ്റ്ററിലാണ് ഈ മാറ്റം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ച രാജ്യം. വിശാഖപട്ടണത്ത് നടന്ന യോഗാ സംഗമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായി. യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശ്വാസ വദലതു തലാനി കുടിവൈపు తిప్పండి. सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితికి రండి. सांस छोड़ते हुए गर्दन को लेफ्ट साइड मोड़िए. വിശാഖപട്ടണം നഗരമാണ് ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത്. RK ബീച്ച് മുതൽ ഭോഗപുരം വരെയുള്ള 26 കിലോമീറ്റർ ദൂരത്ത് യോഗാഭ്യാസത്തിനായി ഒത്തുകൂടിയത് 3 ലക്ഷം ആളുകൾ. ഇവർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. മറൊకసారి చేయండి. और धीरे से सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ സാധാരണ స్థితికి రండి. യോഗയ്ക്ക് പ്രായമോ അതിർത്തിയോ ഇല്ലെന്ന് മോദി പറഞ്ഞു. ലോകം മുഴുവൻ പിരിമുറുക്കങ്ങളിലൂടെയും അസ്ഥിരതയിലൂടെയും കടന്നുപോകുമ്പോൾ യോഗ സമാധാനത്തിന്റെ ദിശ നൽകുന്നു. दुर्भाग्य से आज पूरी दुनिया किसी न किसी तनाव से गुजर रही है. कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है. ऐसे में योग से हमें शांति की दिशा मिलती है,
വിശാഖപട്ടണത്ത് യോഗാ സംഗമം നടക്കുമ്പോൾ അതേ തീരത്ത് നാവികസേനാ കപ്പലിൽ യോഗ അഭ്യസിച്ച് സേനാംഗങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടന്ന യോഗാ ദിന പരിപാടികളിൽ പങ്കെടുത്തു. ജമ്മു കശ്മീരിലെ ഉധംപൂർ കണ്ടോൺമെന്റിൽ സൈനികർക്കൊപ്പമായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യോഗാ ദിനാചരണം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഹരിയാനയിലെ ഫരീദാബാദിലും ആരോഗ്യമന്ത്രി JP നഡ്ഡ കർത്തവ്യപഥിലും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഡൽഹി പുസ ക്യാമ്പസിലും യോഗാ ദിനാചരണങ്ങൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തത്. എഞ്ചിനീയറിംഗ് അദ്ഭുതമായ ജമ്മു കാശ്മീരിലെ ചെനാബ് റെയിൽ പാലത്തിൽ റിയാസി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗാ ദിനാചരണം. സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിൽ ലഡാക്കിലെ പാങ്ങോങ് തടാകക്കരയിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യോഗ അഭ്യസിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള അടുത്ത വിമാനം അല്പസമയത്തിനകം ഡൽഹിയിലെത്തും. 10 മണിയോടെ എത്തുന്ന അഷ്ഗാബാദിൽ നിന്നുള്ള വിമാനത്തിൽ 280ഓളം വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് വിവരം. 4ാമത്തെ വിമാനം വൈകിട്ടോടെ ഡൽഹിയിലെത്തുമെന്നാണ് സൂചന. ഇന്നലെ രാത്രിയിലും പുലർച്ചെയുമായി എത്തിയ 2 വിമാനങ്ങളിലായി 490 പേർ ഡൽഹിയിലെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 1000 ഇന്ത്യക്കാരെയാണ് നാട്ടിലെത്തിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിനായി വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിന് സൗകര്യം ഒരുക്കുമെന്ന് ഇറാൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം 9ാം ദിനവും പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഇസ്രായേലിൽ കനത്ത നാശം വിതച്ച് വീണ്ടും ഇറാൻ ആക്രമണം. ഹൈഫയിലും തെലവീവിലും മിസൈലുകൾ പതിച്ചു. ഇറാനിലെ തെഹ്റാനിൽ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേലും നടത്തി. ടെഹ്റാനിലെ മിസൈൽ ഫാക്ടറി അടക്കം ഇറാനിലെ ഡസനോളം സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ടെഹ്റാനിൽ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചയിലും സമവായമായില്ല. Avec mes collègues européens, nous sommes aujourd'hui à Genève dans le cadre d'une initiative diplomatique visant à contribuer à la désescalade du conflit au Proche-Orient et au règlement durable des problèmes sécuritaires soulevés par le régime iranien, à commencer par le programme nucléaire iranien à vocation militaire qui s'est considérablement durci ces dernières années et qui soulève pour Israël, pour les pays de la région, mais aussi pour les pays européens. ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയില്ലെന്ന് അമേരിക്ക നിലപാട് അറിയിച്ചു. Well, I think it's very hard to make that request right now. If somebody's winning, it's a little bit harder to do than if somebody's losing. But we're ready, willing, and able, and we've been speaking to Iran, and we'll see what happens. We'll see what happens. What was the thought process behind 2 weeks time to? Just time to see whether or not people come to their senses. Did the Europeans help at all in talking with the Iranians? No, they didn't help. No. Iran doesn't want to speak to Europe. They want to speak to us. Europe is not going to be able to help. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രംഗത്തെത്തി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, തുടരുന്ന ആക്രമണങ്ങൾ, എങ്ങുമെത്താതെ പോയ യൂറോപ്യൻ യൂണിയന്റെ ചർച്ച,
ഏറ്റവും ഒടുവിൽ നിലപാട് വീണ്ടും കടുപ്പിച്ച് ആവർത്തിക്കുന്നു ട്രംപ്. പശ്ചിമേഷ്യയിൽ സമാധാനവും ശാന്തിയുമൊക്കെ എത്രത്തോളം വിദൂരമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം, അല്ലേ? തീർച്ചയായും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സമവായ നീക്കം ഉണ്ടാകില്ല, സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും. കാരണം അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ജനീവയിൽ നടത്തിയ യൂറോപ്യൻ നേതാക്കളും ഒപ്പം തന്നെ യൂണിയൻ നേതാക്കളും ഇറാനും വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിയാലോചനകളിൽ പോലും ഒരു സമവായ നീക്കത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകണം, ഒപ്പം തന്നെ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നടക്കാത്ത കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി വന്നിട്ടുണ്ട്. ഒരിക്കലും തങ്ങൾ ഈ ആക്രമണത്തിൽ നിന്ന് മുന്നോട്ട് പോകില്ല, മാപ്പ് പറയാൻ തയ്യാറല്ല എന്നുകൂടി ഇസ്രായേൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ നിലപാടിൽ ഉറച്ചിരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അടുത്തൊന്നും തന്നെ ഈ സംഘർഷത്തിനൊട്ടും അയവുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിലേക്കോ ഭാഗമാകാൻ അമേരിക്ക 2 ആഴ്ചത്തെ സമയം കൂടി ഇറാന് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ കൃത്യമായ നിലപാട് ഇറാൻ അറിയിക്കണമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സംസാരിക്കാൻ ഇറാന് താല്പര്യമില്ല. അവർക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത് അമേരിക്കയോടാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് പോകണം. ഒപ്പം തന്നെ ഇസ്രായേലിനോട് ഒരിക്കലും തങ്ങൾ ആവശ്യപ്പെടില്ല ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ആ ഒരു കാര്യം ഉദിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക്, കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക്, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ടെല്ലവീവിലും മറ്റ് ഹൈഫ അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഈ ഒരു ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 17ഓളം പേർ നില ഗുരുതരമായി തുടരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലും ഈ മിസൈൽ കേന്ദ്രങ്ങളിലേക്ക്, ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ. MJ മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. പല്ലന സ്വദേശി സുദേവനെയാണ് കാണാതായത്. പൊഴിയിലൂടെ കടലിലേക്ക് വള്ളം ഇറക്കുമ്പോൾ അപകടം സംഭവിക്കുകയായിരുന്നു. സുദേവനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ശരണ്യ സ്നേഹിതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇതെപ്പോഴായിരുന്നു ഈ അപകടം? തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? രാവിലെ 6 മണിയോടുകൂടി തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്ന് കടലിലേക്ക് ഇറങ്ങിയ വെള്ളമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. നല്ല കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വെള്ളം പൊഴിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വെള്ളം പൊഴിയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ വള്ളം ഇറക്കുന്ന ഘട്ടത്തിൽ തിരയിൽ പെടുകയായിരുന്നു. തുടർന്ന് വള്ളം ആ പൊഴിമുഖത്ത് വെച്ച് തന്നെ മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുദേവൻ ഉൾപ്പെടെ 7 മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലുണ്ടായിരുന്നു. അതിൽ 6 പേരും നീന്തി കയറുകയും മറ്റ് ചെയ്തു. പക്ഷേ സുദേവനെ കാണാതായിട്ടുണ്ട്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. തുടർന്ന് ഈ വള്ളം ഒഴുകി പോവുകയും ചെയ്തിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലീസും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് വള്ളം തിരികെ കെട്ടിക്കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ നടന്ന സംഭവത്തിനകത്ത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും പോലീസും ഒക്കെ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും സുദേവന് ലഭ്യമായിട്ടില്ല. ഈ രക്ഷപ്പെട്ട 6 മത്സ്യത്തൊഴിലാളികളെയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹിതനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 70 വയസ്സുകാരനായ സുദേവനെയാണ് കടലിലേക്ക് വള്ളം ഇറക്കുന്നതിനിടെ അപകടം സംഭവിച്ച് ബോട്ട് മറിഞ്ഞ് കാണാതായിട്ടുള്ളത്. തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും നമുക്ക് കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം.